ഇന്നൊരു നാടോടി കഥ പറഞ്ഞു തരട്ടെ. പണ്ട് ഒരു ഗ്രാമത്തിലൊരു പാവപ്പെട്ട കർഷകന് 4 ആൺമക്കളുണ്ടായിരുന്നു. ഇവരിലെ മൂത്ത 3 പേരും ഭയങ്കര കഠിനാധ്വാനികളാണ്. അവരെപ്പോഴും ഈ കർഷകൻ്റെ കൂടെ പാടത്ത് പോയി എല്ലാ ജോലികളിലും സഹായിക്കും. എന്നാൽ ഏറ്റവും ഇളയ മകനാണെങ്കിൽ കുറച്ച് രോഗിയായ അമ്മയ്ക്കൊപ്പം അടുക്കളയിൽ അമ്മയെ സഹായിക്കാനാണ് ഇഷ്ടപ്പെട്ടത്. ഇത് കാരണം മൂത്ത ജ്യേഷ്ഠന്മാർ 3 പേരും ഈ അനിയനെ കളിയാക്കുമായിരുന്നു. ഇവന് അടുക്കളപ്പണിയാണ് പറ്റുന്നത്, ഇവനെ കൊണ്ട് മറ്റൊന്നിനും കൊള്ളില്ല എന്ന് അവരെപ്പോഴും പറയും. എന്നാൽ മറ്റാരും സഹായിക്കാനില്ലാത്ത തൻ്റെ രോഗിയായ അമ്മയ്ക്കൊപ്പം നിൽക്കുന്നതാണ് നല്ലത് എന്ന് എപ്പോഴും ഈ ഇളയ മകൻ വിചാരിച്ചിരുന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. മാതാപിതാക്കൾ മരിച്ചു. മക്കൾ 4 പേരും വീട്ടിൽ ഒറ്റയ്ക്കായി. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വീതം വെച്ച് ഓരോരുത്തർക്ക് എടുക്കണം എന്ന് ജ്യേഷ്ഠന്മാർ പറഞ്ഞു. അനുജനും സമ്മതിച്ചു. അങ്ങനെ 4 പേരും കൂടെ വീതം വെച്ചു. ജ്യേഷ്ഠന്മാരാണ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത്. പിതാവിൻ്റെ വീട്, അദ്ദേഹത്തിൻ്റെ കൃഷിസ്ഥലം, കളപ്പുര ഒക്കെ ജ്യേഷ്ഠന്മാർ പങ്കുവെച്ചെടുത്തു. ഏറ്റവും ഇളയ മകന് അവർ കൊടുത്തത് അമ്മ ഭക്ഷണത്തിനായി മാവ് കുഴയ്ക്കാൻ ഉപയോഗിച്ച വലിയൊരു പാത്രമാണ്, ഒരു ചെമ്പ് പോലുള്ള വലിയ പാത്രം. അവനോട് പറഞ്ഞു, നിനക്കിത് മതി, നീ ഇതും കൊണ്ടൊക്കെ ജീവിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. കുറേ കൃഷിസ്ഥലമോ കാളകളോ ഒക്കെ നിനക്ക് തന്നുകൊണ്ട് യാതൊരു കാര്യമില്ല, നീ അതൊന്നും നോക്കില്ല, നിനക്കതുകൊണ്ടൊന്നും പ്രയോജനമില്ല, ഇതാവുമ്പോൾ നിനക്ക് എന്തെങ്കിലും ചെയ്ത് ജീവിക്കാം. അവനൊന്നും പറഞ്ഞില്ല. അവന് ആ വലിയ പാത്രം എടുത്തുകൊണ്ട് വീട് വിട്ടിറങ്ങി. അതും തലയിൽ വെച്ചുകൊണ്ട് അവൻ കുറേ ദൂരം നടന്ന് അവനൊരു നദിക്കരയിലെത്തിയപ്പോൾ നദി കടക്കണം. അവിടെ കടത്ത് വഞ്ചിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ വിചാരിച്ചു, എന്തായാലും ഈ പാത്രം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് നോക്കാം. അവൻ ആ പാത്രം വെള്ളത്തിലിട്ടപ്പോൾ അത് പൊങ്ങിക്കിടക്കുന്നുണ്ട്. അവൻ അതിനകത്ത് കയറി തൻ്റെ കൈ കൊണ്ട് തുഴഞ്ഞ് നദി കടന്ന് മറ്റൊരു രാജ്യത്താണ് എത്തിയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു രാജാവുണ്ട്. രാജകൊട്ടാരം നദീതീരത്ത് തന്നെയായിരുന്നു. അവൻ വിചാരിച്ചു രാജാവിനെ ചെന്ന് കണ്ട് എന്തെങ്കിലും ജോലി ചോദിക്കാം. അങ്ങനെ അവന് രാജാവിനെ ചെന്ന് മുഖം കാണിച്ചു. താൻ അടുത്ത രാജ്യത്ത് നിന്ന് വരികയാണ്, തൻ്റെ പിതാവും മാതാവും ഒക്കെ മരിച്ചുപോയി, ആരുമില്ല, സഹോദരന്മാരെ തനിക്കൊരു പാത്രം മാത്രം തന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, ഇനി മറ്റൊന്നും ചെയ്യാനില്ല, എന്തെങ്കിലും ഒരു ജോലി തരണം എന്ന് ഈ രാജാവിനോട് അപേക്ഷിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, കൊള്ളാമല്ലോ നിൻ്റെ കഥ, എന്തായാലും നിനക്ക് പാചകം അറിയാമെന്ന് പറഞ്ഞതുകൊണ്ട് അടുക്കളയിൽ പാചകക്കാരനായിട്ട് കൂടിക്കും. അങ്ങനെ ഇവൻ ആ രാജാവിൻ്റെ കൊട്ടാരത്തിലെ പാചകക്കാരനായിട്ട് കൂടി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. അപ്പോൾ ഈ രാജകൊട്ടാരത്തിൽ വളരെ സുന്ദരിയായൊരു രാജകുമാരിയുണ്ട്. രാജാവിന് ഒരേ ഒരു മകളേ ഉള്ളൂ. ഈ രാജകുമാരിയുടെ വിവാഹപ്രായമൊക്കെ ആയിരിക്കായിരുന്നു. അപ്പോൾ ഈ രാജകുമാരി ഒരു നിബന്ധന വെച്ചു, അവൾക്ക് സാധാരണക്കാരെ ഒന്നും വിവാഹം കഴിക്കണ്ട, അവൾക്ക് വളരെ വീരനായ ഒരാളെ വിവാഹം കഴിച്ചാൽ മതി. ഈ വീരനെ കണ്ടുപിടിക്കുന്നതിന് അവൾ ഒരു കാര്യവും പറഞ്ഞു. അതായത് ഇവരുടെ രാജ്യത്തിന് കുറച്ച് ദൂരെയായിട്ട് ഒരു തടാകമുണ്ട്. ആ തടാകത്തിൻ്റെ മറുകരയിൽ ഒരു രാക്ഷസൻ താമസിക്കുന്നുണ്ട്. വലിയ ഭീകരനായ ഒരു രാക്ഷസനാണ്. ഈ രാക്ഷസൻ്റെ കയ്യിൽ കുറച്ച് അമൂല്യങ്ങളായ വസ്തുക്കളുണ്ട്. അത് 4 എണ്ണം ഉണ്ട്. ഈ 4ഉം ഒരുമിച്ച് ആരാണോ അവൾക്ക് കൊണ്ട് കൊടുക്കുന്നത് അയാളെ ആയിരിക്കും അവൾ വിവാഹം കഴിക്കുക. അങ്ങനെ ഒരാൾക്ക് മാത്രമേ അവളുടെ ഭർത്താവാകാനും ഭാവിയിലെ ആ രാജ്യത്തെ രാജാവാകാനുമുള്ള യോഗ്യത ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഈ 4 അമൂല്യ വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അത് ഈ രാക്ഷസന് ഒരു സ്വർണ്ണ വാളുണ്ട്, പിന്നെ 3 സ്വർണ്ണ കോഴികളുണ്ട്, സ്വർണ്ണ നിറമുള്ള കോഴികളുണ്ട്, പിന്നെ ഒരു സ്വർണ്ണ വിളക്കുണ്ട്, ഇതെല്ലാം കൂടാതെ ഒരു സ്വർണ്ണ വീണയുമുണ്ട്. ഈ സ്വർണ്ണ വീണ മനോഹരമായിട്ട് പാട്ട് പാടും. ഈ സ്വർണ്ണ വിളക്ക് രാത്രിയിൽ നന്നായിട്ട് പ്രകാശിക്കും. ആ വിളക്ക് കത്തിച്ചാൽ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലൊക്കെ നല്ല പ്രകാശമായിരിക്കും. ഈ 3 സ്വർണ്ണ കോഴികളാണെങ്കിൽ സ്വർണ്ണ മുട്ടകളായിടുന്നത്. ഈ സ്വർണ്ണ വാളാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുള്ള വാളാണ്, സ്വയരക്ഷയ്ക്ക് ഉപയോഗിക്കാം. മാത്രമല്ല അത് ശബ്ദമുണ്ടാക്കും. അതിൻ്റെ ഉടമയ്ക്ക് ദേഷ്യം വന്നാൽ അത് ഉറക്കെ അലറി ശബ്ദമുണ്ടാക്കും. അപ്പോൾ ഒരുപാട് പേര് ഈ രാജകുമാരിയുടെ ഈ നിബന്ധന കേട്ടിട്ട് ഇതനുസരിച്ച് ഈ വാളും കോഴിയും വിളക്കും വീണയൊക്കെ സ്വന്തമാക്കാൻ വേണ്ടി രാക്ഷസൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുകയും രാക്ഷസനാൽ കൊല്ലപ്പെടുകയും ചെയ്തു. പലർക്കും ആ തടാകം കടക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് ആഴമുള്ള ഒഴുക്കുള്ള തടാകമാണത്. ഇനി ആരെങ്കിലും വളരെ കഷ്ടപ്പെട്ട് അക്കരെ എത്തി ഈ രാക്ഷസൻ്റെ കൊട്ടാരത്തിലെത്തിയാലും അയാൾ കണ്ടാലുടനെ പിടിച്ച് തിന്നും. അതുകൊണ്ട് പോയവരാരും തിരിച്ചു വന്നില്ല. അവസാനം രാജാവിനാകെ വിഷമമായി. രാജകുമാരിയുടെ വിവാഹം നടക്കാതിരിക്കുമോ? അങ്ങനെ നടക്കാതിരിക്കുകയാണെങ്കിൽ രാജ്യത്തിന് അനന്തരാവകാശം ഇല്ലാതാവും. തൻ്റെ രാജ്യം മുന്നോട്ട് പോകണം, അതിന് രാജകുമാരി വിവാഹം കഴിച്ചേ പറ്റൂ.
രാജകുമാരി ആരാണോ വിവാഹം കഴിക്കുന്ന അയാളാണ് ഇനി അടുത്ത രാജാവാകേണ്ടത്. ഇനി രാജാവാകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ അടുക്കളക്കാരനായ യുവാവ് വിചാരിച്ചു, താനും ഒരു കൈ നോക്കാം, എന്തായാലും ഒരുപാട് പേര് ഇതൊക്കെ ശ്രമിച്ച് നോക്കുന്നുണ്ടല്ലോ, തനിക്കെന്താ ഒന്ന് നോക്കിയാൽ. അവൻ ചെന്ന് രാജാവിനെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു, മഹാരാജാവേ, എനിക്ക് കുറച്ച് ദിവസമൊക്കെ അവധി തരണം, ഞാൻ ഈ രാജകുമാരി പറഞ്ഞ സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോയെന്ന് ഒന്ന് നോക്കട്ടെ. അപ്പോൾ രാജാവ് പറഞ്ഞു, ശരി, നീ പോയിട്ട് വാ. ഒത്തിരി പേര് പോയില്ലേ, ഇനി നീയായിട്ട് ശ്രമിച്ചില്ല എന്ന് വേണ്ട. അങ്ങനെ ഇവൻ പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് അവൻ വിചാരിച്ചു, എന്തായാലും തനിക്ക് തൻ്റെ വീട്ടിൽ നിന്ന് പിതൃസ്വത്തായിട്ട് കിട്ടിയ ഒരു പാത്രം ഉണ്ടല്ലോ, അതും കൂടെ കൊണ്ടുപോകാം. അങ്ങനെ ഈ ഒരു പാത്രവും കൊണ്ടാണ് പോയത്. അവൻ തടാകത്തിൻ്റെ കരയിലെത്തി അക്കരയിലേക്ക് നോക്കിയപ്പോൾ ശരിയാണ്, അവിടെ എത്താൻ ഭയങ്കര പ്രയാസമാണ്. കാരണം കൂർത്ത കല്ലുകളുണ്ട്. ഈ തടാകത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന കൂർത്ത കല്ലുകൾ. സാധാരണ വഞ്ചിയിലൊക്കെ കടക്കുകയാണെങ്കിൽ എവിടെയാണ് കല്ലുകൾ എന്നറിയാൻ പറ്റില്ല, സൂചി പോലെ നിൽക്കുകയാണ്. അത് വഞ്ചിയിൽ കൊണ്ട് അത് പൊട്ടി നമ്മൾ വെള്ളത്തിൽ മുങ്ങിപ്പോവും. അപ്പോൾ അവൻ വിചാരിച്ചു, തൻ്റെ അമ്മ ഉപയോഗിച്ചിരുന്ന പാത്രം ഉണ്ടല്ലോ, ഈ പാത്രം ആകുമ്പം തടി കൊണ്ടുള്ള വള്ളം പോലെ പൊട്ടിപ്പോവുകയില്ല. അങ്ങനെ അവന് ഈ പാത്രം വെള്ളത്തിലിട്ട് തൻ്റെ കൈ കൊണ്ട് തുഴഞ്ഞ് അക്കരെ എത്തി. രാത്രി ആകാറായപ്പോഴാണ് അവൻ അക്കരെ എത്തിയത്. അതുകൊണ്ട് അവന് തൻ്റെ വഞ്ചി അവിടെ നിന്നിരുന്ന പുല്ലുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് പതുക്കെ പമ്മി രാക്ഷസൻ്റെ കൊട്ടാരത്തിലെത്തി. അന്നും അതിൻ്റെ പിറ്റേന്നും ഒക്കെ അവൻ അവിടെ ചുറ്റിപ്പറ്റി നിന്നു. അടുത്തേക്കെങ്ങും പോയില്ല. പക്ഷേ അവിടുത്തെ ചുറ്റുപാടുകളൊക്കെ അവൻ നിരീക്ഷിച്ച് കണ്ടുപിടിച്ചു. അപ്പോൾ അവന് മനസ്സിലായി, എല്ലാ ദിവസവും രാവിലെ ഈ രാക്ഷസൻ ഈ വാളുമൊക്കെ ഉറയിൽ തൂക്കി പാടത്തേക്ക് പോവും. അയാൾ അവിടെ പാടത്ത് പണി ചെയ്യും. ഇപ്പോൾ കൊയ്ത്ത് കാലമാണ്, അയാളുടെ പാടത്ത് കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷിപ്പണിക്കാരൊന്നുമില്ല, തന്നെയാണ് വിതയ്ക്കുന്നതും കൊയ്യുന്നതും മെതിക്കുന്നതും ഒക്കെ. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവന് അടുത്ത ദിവസം നദിക്കരയിൽ നിന്ന് കുറേ വെള്ളാരം കല്ലുകൾ പെറുക്കി ഒരു സഞ്ചിയിലാക്കി തൻ്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ഈ രാക്ഷസൻ വരുന്നതിന് മുമ്പേ അയാളുടെ കളപ്പുരയുടെ മച്ചിൽ കയറി ഒളിച്ചിരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ രാക്ഷസൻ വന്നു. ഭീമാകാരനായ രാക്ഷസനാണ്, കണ്ടാൽ തന്നെ പേടിയാവും. രാക്ഷസൻ വന്നിട്ട് തൻ്റെ വാളൂരി ഒരു സ്ഥലത്ത് വെച്ചു. എന്നിട്ട് കൊയ്ത് കൂട്ടിയിട്ടിരിക്കുന്ന കറ്റകളെടുത്ത് മെതിക്കാൻ തുടങ്ങി. അത് മെതിച്ച് ഗോതമ്പ് ഒരു വശത്ത് കൂട്ടും, അതിൻ്റെ ബാക്കിയുള്ള വൈക്കോല് മറ്റൊരു വശത്തേക്ക് മാറ്റിയിടും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവ മച്ചിലിരുന്നുകൊണ്ട് അവിടെ ഒരു ചെറിയ ദ്വാരത്തിലൂടെ താൻ കൊണ്ടുവന്നിരുന്ന കല്ലുകളിലൊന്നെടുത്ത് ഈ വാളിലേക്ക് ഒരേറെറിഞ്ഞു. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ പലപ്പോഴും ഈ രാക്ഷസന് ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യമൊക്കെ വരും, ക്ഷീണം കാരണം. അപ്പോഴൊക്കെ ഈ വാള് ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിലാണ് ഈ കല്ല് ചെന്ന് വീണത്. കല്ല് ചെന്ന് വീണപ്പോൾ ഈ വാള് ഒന്ന് ശബ്ദം ഉണ്ടാക്കി, അലറി. അപ്പോൾ രാക്ഷസന് ദേഷ്യം വന്നു. രാക്ഷസൻ വാളിനോട് പറഞ്ഞു, മിണ്ടാതെ അടങ്ങിയിരുന്നോണം. അപ്പോൾ രാക്ഷസൻ്റെ ദേഷ്യം കാരണം വാൾ ഒന്നുകൂടെ അലറി. അപ്പോൾ രാക്ഷസന് പിന്നെയും ദേഷ്യം വന്നു. എന്നാലും അയാൾ ദേഷ്യം അടക്കിയിട്ട് വീണ്ടും പണി തുടർന്നു. അപ്പോൾ നമ്മുടെ പാചകക്കാരനായ ചെറുപ്പക്കാരൻ മേളിൽ ഇരുന്നുകൊണ്ട് ഒരു കല്ലെടുത്ത് വീണ്ടും വാളിലേക്ക് ഒന്നുകൂടെ എറിഞ്ഞു. പിന്നെയും ഒന്നുകൂടെ എറിഞ്ഞു. അങ്ങനെ ഈ വാളിൽ കല്ല് ചെന്ന് വീഴുമ്പോഴൊക്കെ വാളൊരു ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ രാക്ഷസന് പിന്നെയും ദേഷ്യം വരും. അവസാനം രാക്ഷസന് ഈ വാളെടുത്ത് കളപ്പുരയ്ക്ക് പുറത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് ഇവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് വലിയ ശല്യമാവും, പണി കഴിഞ്ഞിട്ട് വന്നെടുക്കാം. ഈ അവസരത്തിന് വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു നമ്മളുടെ ചെറുപ്പക്കാരൻ. അവൻ പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ കളപ്പുരയുടെ മച്ചിൽ നിന്ന് പുറത്തിറങ്ങി ആ വാളെടുത്ത് അതും കൊണ്ട് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ഓടിച്ചെന്ന് തൻ്റെ വഞ്ചിയിൽ കയറി അവൻ അക്കരെ പോയി. അക്കരെ ചെന്ന് കാട്ടിൽ അവൻ ആരും അറിയാത്ത ഒരു സ്ഥലത്ത് ഈ വാൾ ഒളിച്ചു വെച്ചു. എന്നിട്ട് വീണ്ടും തൻ്റെ പാത്രത്തിൽ കയറി തുഴഞ്ഞ് തിരിച്ച് രാക്ഷസൻ്റെ കോട്ടയുള്ള സ്ഥലത്തേക്ക് വന്നു. എന്നിട്ട് വീണ്ടും അവൻ്റെ പാത്രം ഒരു പുല്ലുകൾക്കിടയ്ക്ക് ഒളിച്ചു വെച്ചിട്ട് വീണ്ടും രാക്ഷസൻ്റെ വീടിനടുത്ത് പോയി ഒളിച്ചിരുന്നു. ഇവൻ നേരത്തെ കണ്ടിരുന്നു ഈ കോഴികൾ ഇടയ്ക്ക് മുറ്റത്തൊക്കെ തിന്നാൻ ഇറങ്ങാറുണ്ട്. ചെക്കിപ്പറക്കി അവിടെയൊക്കെ നിൽക്കും. നല്ല സ്വർണ്ണ നിറമുള്ള കോഴികളാണ്. അവൻ ചെന്നെന്ത് ചെയ്യുന്നറിയാമോ? അവൻ നേരത്തെ കല്ല് നിറച്ച് വെച്ചിരുന്ന സഞ്ചിയിലെ കല്ലുകളൊക്കെ മാറ്റിയിട്ട് കുറേ ഗോതമ്പ് വാരി നിറച്ചു. അങ്ങനെ ഒരു സഞ്ചി നിറയെ ഗോതമ്പായി. തൻ്റെ വാള് കാണാതായതോടെ രാക്ഷസന് വലിയ ദേഷ്യമായിരുന്നു. എന്തായാലും പിറ്റേന്ന് കൊയ്ത്ത് നടത്താതെ തരമില്ലല്ലോ. അതുകൊണ്ട് അയാൾ പിറ്റേന്നും കൊയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ ഈ കോഴികൾ പതുക്കെ ചിക്കിപ്പറക്കി പുറത്തിറങ്ങി. നമ്മുടെ ചെറുപ്പക്കാരൻ പതുക്കെ കോഴികളിരിക്കുന്ന ഭാഗത്ത് കുറേ ഗോതമ്പ് കൊണ്ടിട്ടു. അപ്പോൾ കോഴികൾ പതുക്കെ ഗോതമ്പ് തിന്നാൻ വന്നു. അപ്പോൾ അവന് കുറച്ച് ഇപ്പുറത്തായിട്ട് വീണ്ടും ഗോതമ്പിട്ടു. അപ്പോൾ കോഴികൾ അതിന് പിന്നാലെ ഗോതമ്പ് തിന്നാൻ വന്നു. അങ്ങനെ അവൻ വഴിനീളെ തടാകത്തിൻ്റെ കര വരെ ഗോതമ്പ് ഇട്ടിട്ട് വന്നു. കോഴികൾ ആ ഗോതമ്പ് തിന്ന് അവൻ്റെ പിന്നാലെ നടന്ന് അവൻ്റെ പാത്രം ഇരിക്കുന്ന സ്ഥലത്തെത്തി. അപ്പോൾ ആ പാത്രത്തിൽ പെട്ടെന്ന് കോഴികളെ എടുത്തു വെച്ച് അവൻ തുഴഞ്ഞ് അക്കരയ്ക്ക് പോയി. എന്നിട്ട് അവയുടെ കാലും ചുണ്ടും നല്ലവണ്ണം കയറ് കൊണ്ട് കെട്ടി ഒരു മരപ്പൊത്തിൽ ഒളിപ്പിച്ചു വെച്ചു.
എന്നിട്ട് തൻ്റെ പാത്രത്തിൽ കയറി വീണ്ടും രാക്ഷസൻ്റെ കോട്ടയിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. ഇനി വേണ്ടത് സ്വർണ്ണ വിളക്കാണ്. അവനെത്തിയപ്പോഴേക്ക് രാത്രിയായിരുന്നു. അവൻ ചെന്നപ്പോൾ രാക്ഷസിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഇത്തവണ അവൻ കുറേ ഉപ്പ് സംഘടിപ്പിച്ചു. എന്നിട്ട് തൻ്റെ സഞ്ചിയിൽ ഉപ്പ് നിറച്ച് രാക്ഷസൻ്റെ ചിമ്മിനിയുടെ മുകളിൽ കയറിയിരുന്നു. രാക്ഷസി കഞ്ഞി വെക്കായിരുന്നു, ഗോതമ്പ് കഞ്ഞി. അവൻ ആ ചിമ്മിനിക്ക് മുകളിൽ ഇരുന്നുകൊണ്ട് കുറേശ്ശെ ഉപ്പ് ഈ കഞ്ഞിക്കുള്ളിലേക്ക് ഇട്ടുകൊണ്ടിരുന്നു. രാക്ഷസി കഞ്ഞിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അത് വിളമ്പി രാക്ഷസന് കൊണ്ടുപോയി കൊടുത്തു. അത് ഒരു സ്പൂൺ വായി വെച്ചതും രാക്ഷസൻ അലറിക്കൊണ്ട് ചാടി എഴുന്നേറ്റു. ഇതെന്തൊരു ഉപ്പാണ്, ഇത് തിന്നാനേ കൊള്ളില്ല, നീ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് രാക്ഷസിയോട് ദേഷ്യപ്പെട്ടു. അപ്പോൾ രാക്ഷസി പറഞ്ഞു, എന്നോട് എന്തിനാണ് ദേഷ്യപ്പെടുന്നത്, അതിന് ഉപ്പൊന്നുമില്ല, ഞാനല്ലേ വെച്ചത്. അപ്പോൾ രാക്ഷസൻ അവരോട് പറഞ്ഞത്, നീ കഴിച്ചു നോക്ക്. രാക്ഷസി ഒരു സ്പൂണ് കഞ്ഞി എടുത്ത് കുടിച്ചു നോക്കി. അപ്പോൾ ഭയങ്കര ഉപ്പ്. അപ്പോൾ രാക്ഷസി പറഞ്ഞു, അയ്യോ ഇനി ഉപ്പ് പാത്രമല്ല ഇതിലോട്ട് മറിഞ്ഞാണോ, എനിക്ക് അറിഞ്ഞൂടെ എന്ത് പറ്റിയെന്ന്. എന്തായാലും വേറെ കഞ്ഞി വെക്കാം, അല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ. സാധാരണ ഈ രാക്ഷസി സന്ധ്യ ആകുമ്പോഴേ അടുക്കളപ്പണിയൊക്കെ തീർക്കുന്നതായിരുന്നു. ഇതിന് വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് രാക്ഷസി സ്വർണ്ണ വിളക്കെടുത്ത് കത്തിച്ച് അതുമായിട്ട് കിണറ്റുകരയിലേക്ക് പോയി വെള്ളം കോരണം കഞ്ഞി വെക്കാൻ. വിളക്ക് കിണറിൻ്റെ അടുത്ത് വെച്ചിട്ട് അവർ കുനിഞ്ഞ് നിന്ന് വെള്ളം കോരിയപ്പോഴേക്കും ഈ നമ്മുടെ ചെറുപ്പക്കാരൻ വന്ന് അവരുടെ കാലിൽ പിടിച്ച് ഒറ്റ തള്ളു വെച്ച് കൊടുത്തു. രാക്ഷസി തലയും കുത്തി കിണറ്റി വീണു. എന്നിട്ട് സ്വർണ്ണ വിളക്കും എടുത്ത് അവൻ ഓടി തടാകത്തിൻ്റെ കരയിലെത്തി തൻ്റെ പാത്രത്തിൽ കയറി തുഴഞ്ഞ് അക്കരെ എത്തി അത് ഒളിപ്പിച്ചു വെച്ചു. രാക്ഷസനാണെങ്കിൽ കഞ്ഞി കുടിക്കാൻ കുറേ നേരം കാത്തിരുന്നിട്ട് കഞ്ഞി കണ്ടില്ല. അപ്പോൾ ഭാര്യ എവിടെ നോക്കാൻ വേണ്ടി പുറത്തിറങ്ങി നോക്കുമ്പോൾ കിണറ്റിനുള്ളിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടു. അയാൾ ചെന്ന് നോക്കുമ്പോൾ ഭാര്യ അവിടെ കിടന്ന് കയ്യും കാലും ഇട്ട് അടിക്കുന്നു. അയാളൊരു കയറിട്ട് കൊടുത്ത് അവരെ കരയെ കയറ്റി. എന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ആരോ എന്നെ കാലിൽ പിടിച്ച് പൊക്കി വെള്ളത്തിലേക്ക് ഇട്ടു, ആരാന്ന് അറിഞ്ഞൂടാ. രാക്ഷസൻ നോക്കുമ്പോൾ സ്വർണ്ണ വിളക്ക് നഷ്ടപ്പെട്ടു. രാക്ഷസൻ പറഞ്ഞു, എൻ്റെ അമൂല്യമായ 3 നിധികളായിരുന്നു, എൻ്റെ സ്വർണ്ണവാളും എൻ്റെ സ്വർണ്ണ കോഴികളും എൻ്റെ സ്വർണ്ണ വിളക്കും, അത് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനിനി എൻ്റെ സ്വർണ്ണ വീണ 12 പൂട്ടി വെക്കാൻ പോവാണ്. മാത്രമല്ല ആരാണോ ഇത് മോഷ്ടിച്ചത് എന്തായാലും അവൻ സ്വർണ്ണ വീണയ്ക്ക് വരും, അവനെ കിട്ടുവാണെങ്കിൽ അവനെ ഞാൻ അപ്പം തന്നെ പൊരിച്ച് തിന്നും. എന്തായാലും താൻ ആഗ്രഹിച്ച 3 സാധനങ്ങളും വളരെ എളുപ്പത്തിൽ തൻ്റെ കയ്യിലായതോടെ ഇച്ചിരി ആത്മവിശ്വാസമൊക്കെ ആയി നമ്മുടെ പാചകക്കാരനായ ചെറുപ്പക്കാരൻ രാക്ഷസൻ്റെ കോട്ടയ്ക്കടുത്ത് വന്ന് വീണ്ടും ഒളിച്ചിരുന്നു. പക്ഷേ ഇത്തവണ രാക്ഷസൻ വളരെ ജാഗരൂകനായിരുന്നു. എന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിയാവുന്ന രാക്ഷസൻ പമ്മി ചെന്നപ്പോൾ അവനെ കണ്ടുപിടിച്ചു. അവന് പുല്ലുകൾക്കിടയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അവനെ അന്നേരം തന്നെ അയാൾ പിടിച്ച് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഭാര്യയെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവനെ ഇപ്പം തന്നെ എനിക്ക് പുഴുങ്ങി തരണം. ഞാൻ കളപ്പുരയിൽ പോയി ഇച്ചിരി ജോലി ബാക്കിയുള്ള തീർത്തിട്ട് വരുമ്പോഴത്തേക്ക് ഇവനെ പൊരിച്ച് വെച്ചേക്കണം. അങ്ങനെ രാക്ഷസി അടുപ്പിൽ തീ കൂട്ടി. രാക്ഷസൻ പാടത്തേക്ക് പോയി. രാക്ഷസിക്ക് ഇവനോട് നല്ല ദേഷ്യമുണ്ട്, തന്നെ പിടിച്ച് കിണറ്റിലിട്ടതല്ലേ. രാക്ഷസി ഒരു ചട്ടും എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് അവനോട് പറഞ്ഞു, വേഗം ഈ ചട്ടകത്തിലേക്ക് കയറിയിരിക്കുക, ഞാൻ നിന്നെ അടുപ്പിലേക്ക് ഇടട്ടെ. അപ്പോൾ അവൻ ചട്ടകത്തിലേക്ക് കയറിയിരുന്നു. രാക്ഷസി പതുക്കെ ചട്ടകം പൊക്കി അടുപ്പിനുള്ളിലേക്ക് കൊണ്ടുചെല്ലുമ്പോഴേക്ക് അവനെ അതിൽ നിന്ന് ചാടി ഇറങ്ങി ഓടിക്കളഞ്ഞു. അപ്പോൾ രാക്ഷസി അവനോട് പറഞ്ഞു, കളിക്കാതെ വേഗം വന്ന് ചട്ടകത്തെ കയറിയിരിക്കുക. അവൻ വീണ്ടും ചട്ടകത്തെ കയറിയിരുന്നു. അതിൽ നിന്ന് ചാടി മാറി ഓടി രക്ഷപ്പെട്ടു. എന്നിട്ട് അവൻ അടുക്കളയിലെല്ലാം കടന്ന് ഓടാൻ തുടങ്ങി. രാക്ഷസി അവൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങി. അവസാനം അവർ പിന്നെ അവനോട് പറഞ്ഞു, വേഗം വാ, ചട്ടകത്തെ കയറിയിരിക്കുക. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ ചട്ടകത്തെ കയറിയിരിക്കുന്ന എപ്പോഴും പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ഇത് തെന്നുന്നു, ഇതിലെങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നെ ഒന്ന് കാണിച്ചതാ. അപ്പോൾ രാക്ഷസി ആ ചട്ടകത്തിൻ്റെ മേലെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കയറിയിരുന്നു. അവരങ്ങോട്ട് കയറിയിരുന്നതും നമ്മുടെ ചെറുപ്പക്കാരൻ അവരെ തള്ളി തീക്കുള്ളിലേക്കിട്ട് അടുപ്പിൻ്റെ അടപ്പങ്ങ് അടച്ചു കളഞ്ഞു. എന്നിട്ട് അവരുടെ ഒരു ഉടുപ്പെടുത്ത് അതിനകത്ത് കുറേ വൈക്കോൽ നിറച്ച് കട്ടിലെ കൊണ്ടുപോയിട്ടു. അവിടെ ഉണ്ടായിരുന്ന താക്കോലെടുത്ത് 12 പൂട്ട് തുറന്ന് വീണ കൈക്കലാക്കി. വീണയുമായിട്ട് അവൻ ഓടി നദിയുടെ കരയിലെത്തി. അപ്പോഴേക്കും കളപ്പുരയിൽ നിന്ന് രാക്ഷസൻ വിശന്ന് വലഞ്ഞ് വീട്ടിലെത്തിയിരുന്നു. നല്ല മാംസം വേവുന്ന മണം വരുന്നുണ്ട്. അയാൾ വേഗം അടുക്കളയിൽ ചെന്നു. ഭാര്യയോട് പറഞ്ഞു, ഇറച്ചി അടുപ്പത്തിട്ട് നീ കിടന്ന് ഉറങ്ങുകയാണോ? കട്ടിലെ കിടക്കാറുന്ന ഭാര്യയെ പോയി അയാൾ തട്ടി വിളിക്കാൻ തുടങ്ങി. കുറേ നേരം തട്ടി വിളിച്ചിട്ട് അവരെ എണീക്കുന്നില്ല. അയാൾ അവരെ പിടിച്ച് പൊക്കി നോക്കിയപ്പോൾ ഉടുപ്പ് മാത്രമേ ഉള്ളൂ, അകത്ത് വൈക്കോലാണ്. അടുപ്പ് തുറന്ന് നോക്കുമ്പോൾ തൻ്റെ ഭാര്യ അവിടെ കിടന്ന് കത്തിപ്പോകുന്നത് അയാൾ കണ്ടു. നോക്കുമ്പോൾ തൻ്റെ വീണയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ദേഷ്യം വന്ന അയാൾ അലറിക്കൊണ്ട് തടാകക്കരയിലേക്ക് ഓടിച്ചെന്നു. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരൻ തൻ്റെ വീണയും കൊണ്ട് ഒരു പാത്രത്തിൽ കയറി തുഴഞ്ഞ് തടാകത്തിന് നടുക്കെത്തിയിരുന്നു.
ദേഷ്യം വന്ന രാക്ഷസൻ അലറിക്കൊണ്ട് തടാകത്തിലേക്ക് എടുത്തു ചാടി. അയാൾ അവൻ്റെ നേരെ നീന്തി എത്താൻ തുടങ്ങി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തടാകത്തിലാകെ കൂർത്ത കല്ലുകളായിരുന്നു. കല്ലുകൾ കൊണ്ട് രാക്ഷസൻ്റെ ദേഹമൊക്കെ മുറിഞ്ഞു. മുന്നോട്ട് നീന്തും തോറും അയാളുടെ ശക്തി ക്ഷയിച്ചു വന്നു. അവസാനം അയാൾ വെള്ളത്തിൽ മുങ്ങി ചത്തുപോയി. രാക്ഷസൻ്റെ വിലപ്പെട്ട 4 നിധികളും കൈക്കലാക്കിയ ചെറുപ്പക്കാരൻ അവയുമായിട്ട് തൻ്റെ രാജാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുകയും തൻ്റെ എല്ലാ നിബന്ധനകളും പൂർത്തിയാക്കി വന്ന വീരനായ അവനെ രാജകുമാരി വളരെ സന്തോഷത്തോടെ വിവാഹം കഴിക്കുകയും ചെയ്തു. രാജാവിൻ്റെ കാലശേഷം അവൻ ആ രാജ്യത്തെ രാജാവായി തീർന്നു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.